നമ്മുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സമ്പന്നൻ ശ്രീ PV അൻവറാണ്. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ ആളുകൾ പൈസ ഇട്ട് വരുന്നു, 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം. നാവ് കൊണ്ട് ദരിദ്രനും ഈ സദ്ബുദ്ധി കൊണ്ട് പാപ്പരുമൊക്കെ ആണെങ്കിൽ കൂടി 60 കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് അൻവർ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ട. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അല്പസ്വല്പം ബാധ്യതയുണ്ട് എന്നും അൻവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. രൊക്കം 2 ഭാര്യമാർ സ്വന്തമായിട്ടുള്ളവർക്ക് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതിയുമാവും അല്ലേ. ഒരു മൈനിങ് ആക്ടിവിറ്റിയുമായി ആഫ്രിക്കയിലെത്തിയതാണ് ഞാൻ. ഇവിടെ ഇഞ്ചി കൃഷി നടത്താൻ വന്നതോ കടലക്കൃഷി നടത്താൻ വന്നതോ അല്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആഫ്രിക്കൻ ഖനി വയലുകളിൽ കനകകൃഷി നടത്തുന്ന ഒരുവന് ഇത്രയും ആസ്തി കണ്ടാൽ പോരാ എന്ന് ചിലർക്ക് തോന്നാം. സത്യവാങ്മൂലത്തിൽ പോലും പച്ചക്കള്ളം പറയുന്ന നുണയനാണെന്ന തരത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനായി നാവുതരിപ്പ് അനുഭവിക്കുന്ന മനുഷ്യരും നാട്ടിലുണ്ടാവും, ഇല്ലേ? അങ്ങനെ അധിക്ഷേപിക്കാൻ കൊതിക്കുന്നവരെ ഒട്ടും തന്നെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ. അലക്കുകാരന് കൊടുക്കാൻ 60 രൂപ സ്വന്തമായി ഇല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് മണിക്കൂർ 60 ആവും മുന്നേ 60 കോടിയോളം ആസ്തിയുണ്ട് എന്ന് സത്യവാങ്മൂലം നൽകുന്ന ഒരുവനെ സ്വബോധമുള്ളവർ നുണയനായി മാത്രമല്ലേ കാണുകയുള്ളൂ? അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപോകും സ്വബോധമുള്ളവർ. ഈ സ്വബോധമുള്ളത് ഒരു തരം കുറവാണ് എങ്കിൽ കൂടി, സ്വബോധമുള്ളത് ഒരു കുറവാണെങ്കിൽ കൂടി അത് കുറ്റകരമായിട്ടുള്ള സംഗതിയായി പ്രബുദ്ധ കേരളം നിലവിൽ നിയമമൊന്നും പാസ്സാക്കിയിട്ടില്ല അല്ലേ. നിലവിലെങ്കിലും പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞ? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളട്ടെ, മുതലാളിമാരാരുമില്ല. എന്തായാലും അലക്കുകാരനെ ഉദാഹരിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ നുണ. ആംബുലൻസ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അതായത് പൊങ്ങൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ അലക്കുകാരനെ ഉദാഹരിച്ചുകൊണ്ട് അൻവർ പറഞ്ഞത് നുണയായി പൊങ്ങൻ കാണുന്നില്ല കേട്ടോ. നാട്ടിലെ പാവപ്പെട്ടവരോട് ഐക്യപ്പെടാൻ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ അൻവറിന് സാധിക്കും എന്ന് മാത്രമേ അലക്കുകാരൻ പ്രയോഗത്തിലൂടെ പൊങ്ങൻ മനസ്സിലാക്കിയെടുക്കുന്നുള്ളൂ. അദ്ദേഹം പാവപ്പെട്ടവരോട് വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹമാണ് ആ ദാരിദ്ര്യം പറച്ചിലിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശക്തി. അങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 2 ഭാര്യമാരുണ്ടായിട്ടും വെറും 4 കുട്ടികൾ മാത്രമേ അദ്ദേഹം ഭാരതീയ കാനേഷുമാരിക്ക് സംഭാവന ചെയ്തിട്ടുള്ളൂ. അത് മറന്നു പോകരുത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ അൻവറിന്റെ ഈ ജനസേവനാസക്തി എന്ന് പറയുന്നത്. വീണ്ടും ആംബുലൻസ്. ഈ പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കാതെ ഭാര്യമാർക്ക് വേണ്ടി ദാമ്പത്യ സേവനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരുമാതിരി മണിയറ പോരാളിയായി അങ്ങനെ അങ്ങോട്ടേക്ക് ജീവിച്ചിരുന്നു എങ്കിൽ 1 ഡസൻ കുട്ടികളെയെങ്കിലും ഈ നാടിന് സമർപ്പിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ലേ? പറ്റുമായിരുന്നു. എന്തായാലും 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ അൻവറിന് വയസ്സ് 60 ആവും. അങ്ങനെയുള്ളപ്പോൾ ജീവിതം ഇനി മണിയറ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടും വേണ്ടത്ര വിശേഷമൊന്നും ഉണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ജനസേവന വ്യവസായിയായി തന്നെ അങ്ങനെ തുടരുകയാണ് നല്ലത്. കാരണം നാളിതുവരെ യാതൊരു തൊഴിലും എടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ അദ്ദേഹം എടുത്തതായിട്ട് അറിയാമോ? ഒന്നും എടുത്തിട്ടില്ല. ഒരു തൊഴിലും ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ സ്വന്തം വസ്ത്രം പോലും നനച്ച് അദ്ദേഹം നേരവും കളഞ്ഞിട്ടില്ല. എന്നിട്ടും സ്വന്തമായി 60 കോടി ആസ്തി ഉണ്ടാക്കാൻ ആ മനുഷ്യന് തീർച്ചയായിട്ടും സാധിച്ചു. അങ്ങനെ ഒരുവൻ പൊതുപ്രവർത്തനം വേണ്ട എന്ന് വെച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിലോ? ഏറ്റവും കുറഞ്ഞത് 60,000 കോടിയുടെ ആസ്തിയും 60 ഔദ്യോഗിക ഭാര്യമാരും ഒരു 600 ഔദ്യോഗിക മക്കളുമായി 2027 ആകുമ്പോഴേക്കും അദ്ദേഹം തൻ്റെ 60ാം ജന്മദിനം അങ്ങോട്ട് ആഘോഷിക്കുമായിരുന്നില്ലേ? സമുചിതം. അതെല്ലാം വേണ്ടാന്ന് വെച്ചുകൊണ്ട് മുഴുവൻ സമയ തൊഴിൽ രഹിതനായി അദ്ദേഹം നിലനിന്നത് ഇന്നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ്. സ്വാഭാവികമായും നിലമ്പൂരിലെ സമ്മതിദായകർക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ PV അൻവർ എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് പൊങ്ങൻ വെച്ച് പുലർത്തുന്നത്. ഇപ്പോ നിലമ്പൂരിലെ നമ്മുടെ ഓഫീസിൽ പലരും പൈസ ഇട്ട് എത്തിയാണ്. അതൊക്കെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലെ 5000 റുപ്യ വഴിക്കടന്ന് പിരിച്ചിട്ട് ഇനിയും ഞങ്ങൾ 10,000-25,000 ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ടാപ്പിംഗ് തൊഴിലാളികൾ ഒരു വലിയ സംഘം, നിങ്ങൾക്കറിയാലോ. സത്യവാങ്മൂലം അനുസരിച്ച് നിലമ്പൂർ സ്ഥാനാർത്ഥികളിൽ സാമ്പത്തികമായി 2ാമത് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. 8 കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. ഏതാണ്ട് 800 ഗ്രാം സ്വർണവും, അതായത് 1 കിലോയ്ക്ക് അടുത്ത് 800 ഗ്രാം സ്വർണവും അതുപോലെ തന്നെ 5 കോടിയോളം വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളും അദ്ദേഹം അനുഭവിച്ചു വരുന്നതായും പറഞ്ഞു കേൾക്കുന്നു. അതൊരു വലിയ കൂടുതലെന്ന് പറയില്ല. ഒരു ചലച്ചിത്ര പ്രവർത്തകനും നിർമ്മാതാവും എഴുത്തുകാരനും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ രാഷ്ട്രീയത്തിനൊപ്പം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് 10 കോടി എന്ന് പറയുന്നത് വലിയ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. കുറവെന്ന് വേണമെങ്കിൽ കാണുകയും ചെയ്യാം. അതുപോലെ CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജാണ്
സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രൻ. ശോകമാണ് കാര്യം, ദയനീയം. 1200 രൂപയാണ് സ്വരാജിന്റെ സമ്പാദ്യം, വെറും 1200 രൂപ. 1 കോടിയോളം ആസ്തിയും ജീപ്പ് കോമ്പസ് അതുപോലെ തന്നെ ഫോർഡ് ഫിഗോ എന്നീ വാഹനങ്ങളും അതുപോലെ 1/4 കോടി രൂപയ്ക്കുള്ള സ്വർണവും സ്വന്തമായിട്ടുള്ള ഒരു ഭാര്യയാണ് സ്വരാജിന്റെ അസലാസ്തി. എന്ന് വെച്ചാൽ പാർട്ടിക്ക് ലവി കെട്ടണമെങ്കിൽ പോലും ഭാര്യ കനിയണം. അതാണ് സ്വരാജിന്റെ സാമ്പത്തികാവസ്ഥ. അതായത് ഈ ഭർതൃഭാരം ചുമക്കുന്ന പണി അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കാനുള്ള സദ്ബുദ്ധി ആ സ്വരാജ പത്നിയുടെ മണ്ടയിലെങ്ങാനും തെളിഞ്ഞു പോയാൽ ലവി കെട്ടാനുള്ള പണം പോലും തെണ്ടേണ്ട നിലയിലാണ് സ്വരാജിന്റെ സമ്പാദനശേഷി കഴിയുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വെറും വൃഷ്ണസമ്പന്നനായി ഇങ്ങനെ അങ്ങോട്ടേക്ക് കഴിയുന്നത് കൊണ്ട് ആർക്കെന്ത് ഗുണമാണുള്ളതെന്നാണ് പോങ്ങന്റെ ഒരു ചോദ്യം, അല്ലേ? യാതൊരു പണിയുമില്ലാത്ത അൻവറിന് 60 കോടി ഉണ്ടാക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു, ഇനിയും ഉണ്ടാക്കും. രാഷ്ട്രീയത്തിന് പുറമെ ചലച്ചിത്ര പ്രവർത്തനവുമുള്ള ഷൗക്കത്തിന് ദശകോടീശ്വരനാവാൻ സാധിച്ചു. അതിൽ വലിയ അതിശയമൊന്നുമില്ല. 46 വയസ്സായിട്ടും ഭാര്യയുടെ വരുമാനത്തെയും വാഹനത്തെയും ആശ്രയിച്ച് ജീവിതം കഴിക്കുന്ന ഒരുവന്, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന് പോലും ഉപകരിക്കാത്ത ഒരു വ്യക്തിത്വത്തിന് എങ്ങനെയാണ് നാടിന് സമൃദ്ധി പകരാൻ കഴിയുക എന്ന് പോകാൻ അങ്ങോട്ട് സത്യമായിട്ടും വളരെ ആത്മാർത്ഥമായി അധിക്ഷേപം കൂടാതെ സംശയിച്ചു പോവുകയാണ്, വിഷമത്തോടുകൂടി. എങ്ങനെ സാധിക്കും? പോങ്ങനേക്കാൾ യോഗ്യനാണ് സ്വരാജ് എന്ന് തീർച്ചയായിട്ടും സമ്മതിച്ചോളാം, അതിലെനിക്ക് മടിയൊന്നുമില്ല. 1200 രൂപ സ്വരാജിന്റെ കൈവശം ഉള്ളിടത്തോളം കാലം അത് സത്യവുമാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഭാര്യ ദാമ്പത്യ വൃത്തിയുമായി ഒപ്പമുണ്ട്, താൻ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും രണ്ടിലും പോങ്ങൻ സ്വരാജിനോട് തോറ്റു. ഈ പോങ്ങന് സ്വരാജിനേക്കാൾ അധികമായിട്ടുള്ളത് വെറും 1 വയസ്സ് മാത്രമാണ്, വെറും 1 വയസ്സ്. അതുകൊണ്ട് തന്നെ ന്യായമായും അദ്ദേഹത്തെ വിമർശിക്കാനുള്ള യോഗ്യത ഈ പോങ്ങനില്ല. എങ്കിലും സ്വരാജിനോട് പോങ്ങൻ ഒരു കാര്യം പറയാം. തീർച്ചയായും തൊഴിലില്ലായ്മ വേതനമെങ്കിലും താങ്കൾ തരപ്പെടുത്താൻ നോക്കണം കേട്ടോ. തൊഴിലില്ലായ്മ വേതനമെങ്കിലും താങ്കൾ വാങ്ങിയെടുക്കണം. അത് താങ്കൾ അർഹിക്കുന്നുണ്ട്. അതൊരു കൈക്കൂലിയെന്നോ അതല്ലെങ്കിൽ ഒരു ദുരുപയോഗമെന്നോ സ്വാധീനശേഷി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ കൈക്കലാക്കിയെന്നൊന്നുമല്ല, താങ്കൾ അത് അർഹിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ വേതനം തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെ വന്നാൽ താങ്കളുടെ ആ വീട്ടുകാരിക്ക് അത് അത്രയെങ്കിലും ഒരു ആശ്വാസമാവില്ല. അങ്ങനെ ഒരു സഹായമെങ്കിലും താങ്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ലേ? സ്വന്തമായിട്ട് തൊഴിലില്ലായ്മ വേതനമുള്ള ഒരു ഭർത്താവെങ്കിലും ഒപ്പമുണ്ട് എന്നുള്ള ആശ്വാസം ആ സ്ത്രീക്ക് കിട്ടില്ലേ? സ്വന്തം പാർട്ടിക്കാർ ഭരിക്കുന്ന നാട്ടിൽ സ്വന്തം നിലയിൽ അർഹതപ്പെട്ട തൊഴിലില്ലായ്മ വേതനം പോലും തരപ്പെടുത്തിക്കൊണ്ട് വീട്ടുകാരിയെ സഹായിക്കാൻ കഴിയാത്ത ഒരുവനെ ജയിപ്പിച്ചു വിട്ടാൽ നാടിന് എന്ത് ഗുണമെന്ന് നാട്ടുകാർ ചിന്തിച്ചു പോയാൽ അങ്ങനെ ചിന്തിച്ചതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ സ്വരാജെ? സാധിക്കുമോ? പറ്റില്ല. കുറ്റം പറയരുത്. സ്വന്തം ഭാര്യയ്ക്ക് ഭാരമായിരിക്കുന്ന ഒരുവന് നാടിൻ്റെ നായകനാവാൻ പറ്റുമോ എന്ന് പറയുന്ന സംശയം ചിന്താശേഷിയുള്ളവരിൽ ഉണ്ടാകാൻ ഇടയുണ്ടല്ലേ? അലക്കുകാരന് കൊടുക്കാനുള്ള 60 രൂപ പോലും കൈവശമില്ല എന്ന് പറയുന്ന 60 കോടിക്കാരനെ ഹരിശ്ചന്ദ്രനായി കണ്ട് ആരാധിക്കാൻ ഇന്നാട്ടിൽ ആളുകൾ ഉണ്ടെന്നത് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വരാജിന് ആശ്വസിക്കാൻ വക നൽകുന്ന കാര്യം. അത്തരക്കാരുടെ എണ്ണവും കൂടുതലാണെന്നുള്ളതാണ്. അവർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളതും സ്വരാജിന് രക്ഷയാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണോ വേണ്ടത്? എൻ്റെ കൗതുകം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ. 60 കോടിയും 10 കോടിയും ഒക്കെ ആസ്തിയുള്ള കോടീശ്വരന്മാരും അതുപോലെ തന്നെ കഷ്ടി 1000 രൂപ മാത്രം കീശയിലുള്ള സഹസ്രായിരന്മാരും ഒക്കെ ഒന്നുപോലെ ജനസേവകരാവാൻ ഇങ്ങനെ കടിപിടി കൂട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഗുട്ടൻസ് അതെന്തായിരിക്കും? എന്തുകൊണ്ടാണ് ജനസേവനം നടത്തുന്ന ഒരാൾ പോലും നശിച്ച് നാറാണക്കല്ല് പിടിച്ചു എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ ആരും കേൾക്കാത്തത്? ഏതെങ്കിലും ഒരുത്തൻ നശിച്ചു പോയതായി കേട്ടിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട്? ഏതെങ്കിലും പാർട്ടിയിലെ എവിടെയെങ്കിലും ഒരുത്തൻ? ഇല്ല. ഓരോ സത്യവാങ്മൂലം കടക്കുമ്പോഴും സ്ഥിര മത്സരാർത്ഥികളായിട്ടുള്ള ജനസേവകരുടെ ആസ്തി എങ്ങനെയാണ് ഇങ്ങനെ അനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുന്നത്? വാങ്ങുന്ന ശമ്പളത്തിന് പാകമാകാത്ത നിലയിലുള്ള വർധനവ് ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ തരപ്പെടുത്തിയെടുക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല പോകന്. എൻ്റെ അതിശയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്കാര്യത്തിലൊക്കെയാണ്.
ഞാനത് നിങ്ങളോടൊന്ന് ചോദിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെക്കാൾ അറിവും വിവരവും പ്രായവും പക്വതയും പാകതയും ഒക്കെ ഉള്ള മനുഷ്യർ ഇവിടെ കേൾക്കുന്നുണ്ടാവില്ലേ എന്നെ? നിങ്ങൾക്ക് എന്താ അതിൽ അഭിപ്രായമുള്ളത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരുത്തനും നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയതായി നമ്മൾ കേൾക്കാത്തത്? ഈ BJP സ്ഥാനാർത്ഥിയുടെ ആസ്തി നില അറിയാത്തത് കൊണ്ടാണ് കേട്ടോ പോകാൻ പറയാത്തത്. ആളെ കണ്ടിട്ട് സ്വരാജിനേക്കാൾ കീശക്കനമുള്ളവനായിരിക്കാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത സത്യവാങ്മൂല സമർപ്പണത്തിന് ഇവരുടെ എല്ലാം ആസ്തിയിൽ അപാരമായിട്ടുള്ള നിലയിലുള്ള വർധനവ് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട, ഓർത്തു വെച്ചോളൂ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും മത്സരം വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുക്കെ ഇവരിൽ മിക്കവാറും BJP സ്ഥാനാർത്ഥി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ കണ്ടേക്കും, മത്സര രംഗത്തുണ്ടാകുമായിരിക്കുമല്ലോ. സത്യവാങ്മൂലം കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഒന്ന് നോക്കാമല്ലോ. എല്ലാവരുടെയും സത്യവാങ്മൂലാസ്തി തീർച്ചയായിട്ടും വർദ്ധിച്ചിരിക്കും. ഈ തോറ്റ സ്ഥാനാർത്ഥികളെക്കാൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ സത്യവാങ്മൂലാസ്തി ഒരു പണത്തൂക്കം മുന്നിലായിരിക്കുമെന്ന് മാത്രം. അതെന്തായാലും മത്സരിക്കുന്ന സകല സ്ഥാനാർത്ഥികൾക്കും പോകേണ്ട വക വിജയാശംസകൾ. നിങ്ങളുടെ സത്യവാങ്മൂലാസ്തി ക്രമാതീതമായി വർദ്ധിക്കുന്ന നിലയ്ക്ക് ദിനം തോറും ജനസേവ നടത്താൻ നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും സാധിക്കട്ടെ. ജനസേവന വ്യവസായികളുടെ കബളിപ്പിക്കൽ ശേഷി പരീക്ഷിക്കപ്പെടുന്ന മത്സരമാണല്ലോ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? പൗരസമൂഹത്തെ ഏറ്റവും തികവത്ത നിലയിൽ വിഡ്ഢികളാക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനാവും പൂർണ്ണ വിജയം. മറ്റ് സ്ഥാനാർത്ഥികൾ തോൽക്കുന്നില്ല, അവരൊക്കെ അർദ്ധവിജയികളായി മാറും. തോൽക്കുന്നത് എപ്പോഴും സമ്മതിദായകർ മാത്രമാവും. അതാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന കളിയുടെ പ്രധാന പ്രത്യേകത. സത്യമായിട്ടും അതാണ്. എന്റെ ഈ ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെ സഹായിക്കാനും